സുകുമാരി ഒന്ന് നിന്നെ. ഓ എന്താണാവോ? സുകുമാരി, ഈ വീടിനകത്ത് സുകുമാരി ചവിട്ടിക്കുത്തി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. സുകുമാരിയുടെ ഭാവം കണ്ട ഇത് സുകുമാരിയുടെ വീടാണെന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എന്റെ വീട്. ഓ മനസ്സിലായി. വീടിന്റെ അവകാശ പ്രശ്നം പറഞ്ഞ് അഭിമാന പ്രശ്നം തോന്നി ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങണം. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന എന്റെ കൊച്ചുമോളെ നിങ്ങൾക്ക് ദ്രോഹിക്കാം. പണ്ടത്തെ പോലെ ഇവിടുന്ന് പറഞ്ഞും വിടാം. അതല്ലേ ഉദ്ദേശം? ആ കണക്കുകളൊക്കെ അവിടെ തൽക്കാലം നിക്കട്ടെ. കുറച്ചു മുമ്പ് രാധിക മോളൊരു ചായ കുടിച്ചല്ലോ. ആ ചായ കുടിച്ചിട്ട് ചുണ്ടും വായും ഒക്കെ പൊള്ളി എന്ന് പറഞ്ഞ അതിലെരിവുണ്ടായിരുന്നു എന്നർത്ഥം. അത് ഈ കൂട്ടത്തിൽ ആരാ ചെയ്തത്? എനിക്കറിയില്ല. പക്ഷേ എനിക്കതറിഞ്ഞേ പറ്റൂ. അതിന് കൃത്യമായ ഉത്തരം കിട്ടാതെ ഞാൻ സമ്മതിച്ചു തരില്ല. ചായയിൽ എരിവ് കലർത്തുക എന്നത് ഒരു നിസാര അടുക്കളക്കാരിയോ? ഛേ, ഞാൻ അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും സുകുമാരി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നത് പോലീസിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ. ഞാൻ കുറച്ച് വനിതാ പോലീസുകാരോട് വരാൻ പറയും. അവര് വന്ന് ഇവിടെയുള്ള പെണ്ണുങ്ങളെ എല്ലാം ഒന്ന് ചോദ്യം ചെയ്യട്ടെ. അപ്പൊ അതിന് ഉത്തരം കിട്ടും. എന്താ സുകുമാരി, വിളിക്കട്ടെ ഞാൻ? അതെന്തിനാ ഇപ്പൊ പോലീസുകാരെ വിളിക്കുന്നേ? പോലീസുകാരുടെ ആവശ്യമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എന്നാലേ എന്താ സംഭവിച്ചെന്ന് സുകുമാരി തന്നെ പറ. ഞാൻ പ്രിയങ്കമോളുടെ ഗർഭകാല ചികിത്സയ്ക്ക് വേണ്ടി കുറെ മരുന്നുകൾ കൂട്ടിവെച്ചിരുന്നതാ. അതെടുത്തോണ്ട് പോയി കൊടുത്തത് പത്മിനിയാ. കയ്യിൽ കിട്ടിയ സാധനം എന്താണെന്ന് പോലും നോക്കാതെ ഒരാൾ നേരെ അങ്ങ് വായിക്കകത്തേക്ക് ഒഴിക്കൂ. ചായയിലും മുളകുപൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് എന്തു കൂട്ടാ കൊച്ചുമോൾക്ക് കൊടുക്കുന്നത്? എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഗർഭിണികൾക്ക് കൊടുക്കാറുള്ള മരുന്ന് ഞാനും കുറെ കണ്ടിട്ടുള്ളതാ. അതെ, മരുന്നാണെന്ന് പറഞ്ഞ മരുന്നാണെന്ന് തന്നെ അർത്ഥം. തൊണ്ടയും വായും ഒന്നും പൊള്ളില്ല, ഒരാൾക്ക് ഒന്നും പറ്റുകയില്ല. പിന്നെ രാധിക കാണിച്ചത് അല്ലെങ്കിലും അവൾക്ക് നിങ്ങളുടെ മുമ്പിലേ ഒരു പാവം ചമയലൊക്കെ ഉണ്ടല്ലോ. മുത്തശ്ശിയും വരുണും ഒക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചങ്ങ് നിക്കല്ലേ. അതുകൊണ്ടാ അവൾ അങ്ങനെ പറഞ്ഞേ. അവൾക്കറിയാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊള്ളുമെന്ന്. സുകുമാരി അങ്ങ് കുടിച്ചോ, അല്ലാതെ ഇവര് നിങ്ങളെ വിടില്ല. കാരണം അവർക്ക് ഇവിടെ ജീവിക്കണമല്ലോ. കുടിക്ക്. കുടിക്കങ്ങോട്ട്. കുടിക്കാനല്ലേ പറഞ്ഞത്? സുഖം. കുടിക്ക്, കുടിക്ക്. തുപ്പിക്കളയല്ലേ. കുടിക്ക്. കുടിച്ചല്ലോ. ഇനി കുറച്ചു നേരം ഒന്നും പറ്റാതെ എന്റെ മുമ്പിൽ അങ്ങിരുന്നാ മതി. സുകുമാരി പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചോളാം. എന്താ സുകുമാരി? നിങ്ങൾ പിടിവിട്ടു.
സുകുമാരിയെ കൊണ്ട് ഇത് കുടിപ്പിക്കാൻ നിങ്ങൾ സഹായിച്ചു. പക്ഷെ സുകുമാരിക്ക് ഇത് മുഴുവൻ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. അതെങ്ങനെയാ? എല്ലാത്തിനും കൂട്ടുനിന്ന എന്റെ മക്കൾക്ക് ഞാൻ തരാതിരിക്കോ? ദാ, ഉള്ളത് രണ്ടുപേർക്കുമായിട്ട് ഞാൻ വീതിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുടിച്ചാൽ മുത്തശ്ശി അവര് വെറുതെ പറയുന്നതാ. ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിട്ടൊന്നുമില്ല. അമ്മേ, അവരിവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ നിന്ന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. അങ്ങനൊരു സഹായം എനിക്ക് ആവശ്യമില്ലല്ലോ ഉർവശി. സുകുമാരിയും പ്രിയങ്കയും ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കുടുംബത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ രണ്ടുപേരും അവരവരുടെ മുറികളിലേക്ക് പോവുക, സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് എന്നേക്കുമായി കണിമംഗലത്ത് നിന്ന് ഇറങ്ങും. ഈ കാര്യത്തില് ഒരു മാറ്റവും ഇല്ല. മുത്തശ്ശി അമ്മേ പ്ലീസ്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ അമ്മയെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുമ്പോഴേ അതിന് ചില അർത്ഥങ്ങളൊക്കെയുണ്ട്. അത് തിരിച്ചറിയാത്ത നിങ്ങൾ ആ വാക്കിനോട് ചെയ്യുന്ന പാപോ. കുടിക്കാനാ പറഞ്ഞത്. കുടിക്കുന്നോ അതോ ഇറങ്ങുന്നോ? വേണ്ട 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 വേണ്ട